അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, KNM പ്രവർത്തകനായ അബു നഫ്ല റാഫി അദ്ദേഹം എനിക്കൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഫൈസൽ മൗലവിയുടെ ഒരു വീഡിയോ, അതിൽ കളവ് ആദർശമാക്കിയ മുസ്ലിയാർക്കെതിരെ MT വിഷം ആരിഫും എന്ന് ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ക്ലിപ്പ്. ഇത് ഇവരുടെ കുലത്തൊഴിലാണ്. 2012 മുതൽ കളവും തെറ്റിദ്ധരിപ്പിക്കലും കോട്ടിമാട്ടലും വളച്ചൊടിക്കലും കബളിപ്പിക്കലുമാണ് ഇവരുടെ ആദർശം എന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെ KNMനെതിരെ കളവ് പറയുന്നതിനെതിരെ ഞാൻ പറഞ്ഞൊരു വാചകം എടുത്തിട്ട് ഫൈസൽ മൗലവി പറഞ്ഞതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി വെച്ച് ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കുവാനും ഈ റാഫിയും അതുപോലുള്ള ആളുകളും ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലാതെ വേറെ രക്ഷയില്ല. ഇവരുടെ നിലനിൽപ്പ് ഇത്തരം കള്ളത്തരത്തിലൂടെയല്ലാതെ സ്ഥാപിച്ചെടുക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന ഫൈസൽ മൗലവി ഈ പറയുന്ന വിഷയത്തിൽ ഈ റാഫിയും അതുപോലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ ആ പ്രസ്തുത പ്രബന്ധത്തിൽ എഴുതിയ ഹനീഫ് മൗലവി തന്നെ ആ വിഷയം സംസാരിക്കണമെന്ന് ആദ്യം കേൾക്കി. 26/12/2011 നടന്ന കേരള ജമിയത്തുൽ ഉലമ ദൗറയുടെ നിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സഹായതേട്ടം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ദൗറയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഹനീഫ് കായക്കൊടി തന്നെ വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ പ്രബന്ധത്തിൽ സമർപ്പിക്കുന്നു. അപ്പോൾ എന്താ പഠിച്ചിട്ട് കണ്ടെത്തിയത്? ഇത് 2011 ഡിസംബർ 26-ന് മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൻ്റെ ലൈബ്രറിയിൽ ചേർന്ന് KJU ദൗറയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൗറ അവരോട് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഇവർ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ പ്രബന്ധത്തിൽ സമർപ്പിച്ചു. ആ സമർപ്പിച്ചത് എന്താണ് എന്ന് ഹനീഫ് കായക്കൊടി പറയുന്നത്, കണ്ട ഈ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞതുപോലെയാണ് റാഫിയെ പോലുള്ള ചില ആളുകൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന പഠിച്ച് മനസ്സിലാക്കിയ കണ്ടെത്തിയ ഹനീഫ് കായക്കൊടി ആ പ്രബന്ധത്തിൽ എന്താ പറഞ്ഞത് എന്ന് ഹനീഫ് കായക്കൊടി തന്നെ പറയുന്നുണ്ട്. അത് കേട്ടോക്ക്. ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രബന്ധം സമർപ്പിക്കാനല്ല ഞങ്ങളോട് പറഞ്ഞത്, മറിച്ച് ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാനാണ്. അപ്പോൾ കേട്ടില്ല, ഹനീഫ് കായക്കൊടി തന്നെ വളരെ വ്യക്തമായി പറയുന്നു, എല്ലാം ഷിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രബന്ധം തയ്യാറാക്കാനല്ല ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, മറിച്ച് ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാൻ. ആരുടെ അഭിപ്രായം? കണ്ട സൂഫി ത്വരീഖത്തിൻ്റെ ആൾക്കാരുടെ അഭിപ്രായമാണോ? അല്ലല്ലോ. നേരെ മറിച്ച് സലഫി ഉലമാക്കളുടെ സലഫി മനഹജ് അനുസരിച്ചുള്ള അഭിപ്രായം സ്വീകരിക്കാനാണ് KJU പറയേണ്ടത്. ഇനി അതല്ലാത്ത വേറെ അഭിപ്രായം പറഞ്ഞോന്ന് മാറ്റി പറയുമെന്ന് നമുക്കറിയില്ല. ഇവരുടെ അവസ്ഥ അത്രയും പരിതാപകരമാണ്. എന്തും പറയും ഇവർ. അതുകൊണ്ട് ഇതൊക്കെ കേട്ടാലും ഇതൊക്കെ കണ്ടാലും തഖ്ലീദ് മനോഭാവമുള്ള ഇത്തരം സംഘടനാ അടിമകൾക്ക് ഇതൊന്നും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ ഉള്ള കോമൺ സെൻസ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വളരെ വ്യക്തമായി ഹനീഫ് കായക്കൊടി തന്നെ പറയുന്നു, ഈ വിഷയത്തിൽ എല്ലാം ഷിർക്ക് എന്ന് പറയാനല്ല ഞങ്ങളോട് KJU നിർദ്ദേശിച്ചത്, മറിച്ച് ഈ വിഷയത്തിൽ സലഫി ഉലമാക്കളുടെ വീക്ഷണം അഭിപ്രായം എന്ത് എന്ന് ക്രോഡീകരിക്കാനാണ്. അങ്ങനെ ക്രോഡീകരിച്ചതിന് ശേഷം അതിൽ ആ വിഷയം എന്താണ് ഹനീഫ് കായക്കൊടി എടുത്തു കൊടുത്തത് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ സ്വാഭാവികമായും രണ്ട് വീക്ഷണങ്ങളും ഈ വിഷയത്തിൽ വരുന്ന വീക്ഷണങ്ങൾ എടുത്തു ധരിക്കും. അങ്ങനെ ഈ പ്രബന്ധത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മറിച്ച് ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാനാണ്. ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ സ്വാഭാവികമായും രണ്ട് വീക്ഷണങ്ങളും ഈ വിഷയത്തിൽ വരുന്ന വീക്ഷണങ്ങൾ എടുത്തു ധരിക്കും. അങ്ങനെ ഈ പ്രബന്ധത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായി നിങ്ങളുടെ KJU സെക്രട്ടറി തന്നെ സ്റ്റേജിൽ പരസ്യമായി പറയുകയാണ്, രണ്ടഭിപ്രായവും ആ പ്രബന്ധത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈസൽ മൗലവി കളവ് പറഞ്ഞതല്ല, അതിൽ കളവ് എന്ന് പറയാൻ പറ്റൂല. അത് നിങ്ങൾ ഹനീഫ് കായക്കൊടി തന്നെ പരസ്യമായി ഈ പറഞ്ഞത് നിലനിൽക്കുന്നിടത്തോളം കാലം ഫൈസൽ മൗലവി പറഞ്ഞതിൽ എന്ത് കളവുള്ളത് റാഫിയെ? അപ്പോൾ ഇവിടെ നിങ്ങൾ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഹനീഫ് കായക്കൊടി വളരെ വ്യക്തമായി ഷിർക്കായതും ഷിർക്കിലേക്ക് എത്തിക്കുന്നതും ഉണ്ട്. സലഫി പണ്ഡിതന്മാർക്കിടയിലുള്ള ആ വീക്ഷണം, ആ രണ്ട് വീക്ഷണവും അവിടെ ആ പ്രബന്ധത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പരസ്യമായി അംഗീകരിച്ചതാണ്, പരസ്യമായി പറഞ്ഞതാണ്. അപ്പോൾ ഇത് അത്രയൊക്കെ അല്ലാതെ ഹനീഫ് കായക്കൊടിക്ക് ഇന്നത്തെ നിലയിൽ ഇന്നത്തെ KJU സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഇത്രയൊക്കെ അല്ലാണ്ട് പറയാൻ പറ്റില്ലല്ലോ. അത്രയ്ക്കല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പരമാവധി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കണ്ടാലും കേട്ടാലും ഹൃദയത്തിലേക്ക് കയറാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത
ഈ സംഘടന അടിമകൾക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാനൊരു പ്രയാസമുള്ളൂ. അല്ലാതെ സ്വന്തം ബുദ്ധി കൊണ്ട് ഒരല്പം രക്കോട്ടൊട്ടിക്കുന്ന വറ്റ് തലച്ചോറിലുള്ള ഏതൊരാൾക്കും ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കാൻ ഇതിലേറെ മറ്റെന്ത് തെളിവ് വേണം റാഫി? അതുകൊണ്ട് KNMകാരെ, നിങ്ങളുടെ KJU സെക്രട്ടറി തന്നെ ഫൈസൽ മൗലവി ഇപ്പോൾ നിങ്ങൾ ഈ കേൾപ്പിച്ച വീഡിയോ ക്ലിപ്പിലൂടെ പറയുന്ന കാര്യം ഈ പ്രബന്ധത്തിൽ ഹനീഫ് കായക്കൊടി എടുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ സംഗതി ഹനീഫ് കായക്കൊടി തന്നെ പരസ്യമായി അംഗീകരിച്ചതാണ്, സമ്മതിച്ചതാണ്. എന്നിട്ട് നിങ്ങൾ പുറത്തു നിന്നിട്ട് ഈ രൂപത്തിൽ ഫൈസൽ മൗലവി കളവ് പറഞ്ഞു എന്ന ആരോപണം ഉന്നയിക്കുന്നത് നിരർത്ഥകമാണ്, നിലനിൽക്കാത്തതാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ നമുക്ക് വീണ്ടും നിങ്ങളുടെ ഈ ക്ലിപ്പിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താൻ അവസരം തന്ന റാഫി, താങ്കൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.